സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. വെൽക്കം അഗെയിൻ. സോ ടുഡേ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഹെർബൽ ടീസിനെ പറ്റിയാണ് കേട്ടോ. എന്താണ് ഈ ഹെർബൽ ടീ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹെർബ്സും അതുപോലെ തന്നെ പൂക്കൾ, സ്പൈസസ്, ലീവ്സ്, അതുപോലെ തന്നെ വേരുകൾ അല്ലെങ്കിൽ ഈ സീഡ്സൊക്കെ ചൂടുവെള്ളത്തിലിട്ട് ഹെർബൽ ഇൻഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സോ എന്തെങ്കിലും അതെടുക്കുന്നു, അതിൻ്റെ എക്സ്ട്രാക്റ്റ്, അതായത് നമ്മൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് കൊണ്ടുവന്ന് നമ്മളത് ഉള്ളിലേക്ക് കഴിക്കുന്നു. ഇതാണ് സംഭവം കേട്ടോ. ടീ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അതിനകത്ത് തേയില ഉണ്ടെന്ന്. ഇതിൽ തേയില ഇല്ല കേട്ടോ. ഇനിയും നമ്മൾ നോർമലി ഉണ്ടാക്കാറുള്ള ഇഞ്ചി വെള്ളം, തുളസി വെള്ളം, പുതിന വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ സിനമൺ ടീ, ഇതൊക്കെ എന്താ പറയുക, ഈ ഹെർബൽ ടീസാണ്. നമ്മൾ വെള്ളം, ക്യൂമിൻ സീഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ജീരകവെള്ളം എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനെയാണ് ടീ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്തിനാണ് ഈ ഒരു ഹെർബൽ ടീസ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഡൈജഷൻസ്, അതായത് നല്ല രീതിയിൽ ദഹിക്കാനും സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ഗട്ട്, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്ന ഗട്ടിനെ, അത് ക്ലീൻ ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, സ്കിന്നും ഹെയറും ഒക്കെ പല രീതിയിൽ അതിൻ്റെ വളർച്ചയും ഒക്കെ കൂട്ടാൻ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ശരീരത്ത് പല വേദനകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ വേദനകൾ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഉറക്കത്തിന് വേണ്ടിയിട്ട്, ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ, പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പോലെ വെയിറ്റ് ലോസിന് വേണ്ടി ഒക്കെയും നമ്മൾ എന്ത് ചെയ്യാം, ഹെർബൽ ടീസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഹെർബൽ ടീസ് നമ്മൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വെള്ളം തിളപ്പിക്കുക, അതുപോലെ അതിലേക്ക് ആവശ്യമായ ഹെർബ്സ് ആഡ് ചെയ്യുക, എന്നിട്ടൊരു 3 മുതൽ 8 അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ അതിനെ അടച്ച് വെച്ചേക്കുക. അതിനുശേഷം അത് സ്ട്രെയിൻ ചെയ്യുക, ഇളം ചൂടായിട്ട് തന്നെ അത് കുടിക്കുക. അതിലേക്ക് നമ്മൾ ലെമൺ ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഹണി ആഡ് ചെയ്യാം. ഇച്ചിരി തണുത്ത ശേഷമേ ഹണി ആഡ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ. സോ ഈ വക കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മോർ ഡീറ്റെയിൽസ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Thank you.